വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ ആവണി ഷോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഇപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തണുത്തൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. രാവിലെയൊക്കെ നല്ല കോടയൊക്കെ ഇരുന്നപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈവനിങ് ടൈമിലാണ്. അപ്പോൾ കിളികളുടെ സൗണ്ടാണ് അപ്പോൾ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബർ തോന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീട് എവിടെയാണെന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയാലും നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കാണാനുള്ള നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു നാച്ചുറാലിറ്റി ഒട്ടും ചേരാൻ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഈ ഒരു ഗ്രാമീണ ഭംഗി എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ നമുക്ക് വേറൊരു പട്ടിക്കൂടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇപ്പോൾ നോക്കി നിറച്ച് നമ്മുടെ ഈ ഒരു കാച്ചിലിൻ്റെ വള്ളിയാട്ടോ സ്പ്രെഡായിട്ടുള്ള. അപ്പോൾ ഇവിടെ വലിയൊരു കാറ്റ് വീണിട്ട് എന്തായാലും അതിപ്പോൾ വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. കാരണം അത്രത്തോളം നല്ല രീതിയിലാണ് ഇത് വള്ളിയൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ടുള്ള. എന്തായാലും അതെന്തായാലും നമുക്ക് ഈ ഒരു മഴ ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാത്തത് എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും ഈ ഒരു കാഴ്ചയിലായാലും അടിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പിക്കൊക്കെ കുഴിച്ചാൽ നമുക്കത് പറിച്ചെടുക്കാനൊക്കെ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു വിളവെടുപ്പ് വീഡിയോ നമുക്ക് എന്തായാലും അടുത്തന്നെ പ്രതീക്ഷിക്കാം. അപ്പം എനിക്ക് ചീവീട് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആവും. അതുപോലെ തന്നെ രാവിലേക്ക് ഉണ്ടെങ്കിൽ നല്ല സൗണ്ടിലാട്ടോ ചീവീടിൻ്റെ ഒരു മുഴക്കം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നും കൂട്ടത്തോടത്ത് അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഡയാന ഞാൻ തുറന്നു കേട്ടോ. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് തെറ്റിയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇന്നലെ ആളെ ആദ്യം തുറന്നു വെച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാം കാണാം. ഡയാന എന്താണ് അയച്ചു വിടണമെന്നില്ലേ? ഇന്നൊന്ന് അയച്ചു വിടുമെന്ന് പറയാതെ നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വട്ടേ നാളെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് എത്തിയിട്ട് ചൂടം തുറന്നിട്ട് ആൾ പോകും. പറഞ്ഞ പോലെ കൂട് തുറന്നു ആൾ നേരെ പോയിട്ടുണ്ട്. ഇപ്പം നേരം നമുക്കിത് അയച്ചു വിട്ട അവസ്ഥയ്ക്ക് എന്തായാലും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകില്ല. അതായത് ഒരു 5 മിനിറ്റ് നേരം ആൾ പുറത്ത് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം നമ്മളിവിടെ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് പോയി കളയട്ടെ എവിടേക്കെങ്കിലുമൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ആൾ വരട്ടെ. അപ്പോൾ ചെറിയൊരു രീതിയിൽ ആ മഴയൊക്കെ ഒന്ന് തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ടോ. പെയ്യൊന്നും അറിയില്ല. കാരണം ഇന്ന് നമുക്ക് പകലങ്ങനെ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കാണാം. നോക്കി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ള ഒരു ഹൈഡ്രാഞ്ച് നോക്കിയതാ ഈ ഒരു ലെവലിലാട്ടോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ ആവുന്നതോറും നല്ല രീതി തന്നെ ഫ്ലവറിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതി തന്നെ ഫ്ലവറിങ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് സൺലൈറ്റ് ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിന്. ഒരു പൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക വലിയൊരു കൊണ്ടയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പൂക്കളുടെ ഒരു രോഗം തന്നെയായിരിക്കും. കാരണം അത്രത്തോളം നല്ല സൈസുള്ള പൂവാണ്. ഇതിപ്പോൾ ചെറുതാണ് കാരണം ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പൂവാണ്. ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിൻ്റെ ഈ ഒരു കൊണ്ട നമുക്കിപ്പോൾ കട്ട് ചെയ്യാനായതാട്ടോ. അതായത് ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ടൊരു 3 മാസത്തിന് മേളിലായിട്ടുണ്ട്. ഇപ്പോൾ നോക്കി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ആ കളറൊക്കെ ഒന്ന് നല്ല രീതി തന്നെ ഫെയ്ഡ് ആയിട്ടുണ്ട്. നല്ല ബ്ലൂ കളറാണ്. അപ്പോൾ അതിൽ മാറിയിട്ട് കളറൊക്കെ നല്ല രീതി തന്നെ ചേഞ്ച് ചെയ്തിപ്പോൾ വേറെ ഡിഫറെൻറ്റ് കളറിലേക്ക് മാറിയിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ളത് നോക്കിയപ്പോൾ വിരിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ആയിട്ടുള്ളത് കേട്ടോ. ഒരു 1 മന്തിൻ്റെ മേളിലായിട്ട്. അതായത് ഇപ്പോൾ ഇതിലൊരു പൂ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും ഇത് നമുക്കധികം വൈകാതെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ ചെടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹൈറ്റിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വലിയൊരു ഹാർട്ട് ട്യൂണിങ്ങൊക്കെ കൊടുത്ത് അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത് കാട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ നന്നായിട്ട് വിരിയുന്നതനുസരിച്ച് ഈ ഒരു ബ്ലൂ കളറിലാണ്. അങ്ങനെ ഒരാളെന്തായാലും വന്നിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് തന്നെ വിളിച്ചപ്പോഴത്തേനും ഓടി എത്തിയിട്ടുണ്ട്. അതാ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ കഴിക്കുന്നുണ്ടേ. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ വിടില്ല കേട്ടോ. മഴ പെയ്തിട്ട് നമുക്കൊരു അട്ടയുടെ പ്രശ്നമൊക്കെ ഉണ്ടേ. എപ്പോഴും കുറേ നേരം ഒന്നും അങ്ങനെ വിടില്ല. അപ്പം മഴ ഒഴിവ് നോക്കിയിട്ട് ഇപ്പോൾ വിട്ടതാട്ടോ. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കുറച്ച് നേരം നമുക്ക് എന്തായാലും കൂട്ടിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആളെ കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരാതിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കുറച്ചധികം നേരം പുറത്ത് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും മഴയ്ക്ക് മുന്നായിട്ട് കുറേ നേരം കറങ്ങി അടിച്ച് എത്തിയിട്ടുണ്ട്. ആളാട്ടേലും കടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഞാനിവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും നേരിടും പോവാം കേട്ടോ. ടാറ്റ. ഇവിടെ കിടന്നോ എന്തുണ്ട് മഴയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുളിപ്പിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നല്ലൊരു വെയിലൊക്കെ കിട്ടിയിട്ട് വേണം ഒന്ന് കുളിപ്പിക്കാനൊക്കെ ആ ഒരു പരിപാടി കഴിഞ്ഞുകൊണ്ട്. പിന്നെ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികളൊക്കെ ഒന്ന് പിടിച്ച് കൂട്ടിലാക്കാറുണ്ട്. അവരിങ്ങനെ തന്നെ കയറുന്നില്ല. അപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് ആക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യണം. കാരണം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിനി നല്ല മഴയൊക്കെ ആകുമ്പോൾ കീരിയുടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങനെ എപ്പോഴും നമ്മൾ രാത്രി ഒന്നും കൂട്ടിലാക്കിയില്ലെങ്കിൽ അവർ
അവിടെ തന്നെ കൂട്ട സൈഡിൽ പോയി നല്ല സേഫായിട്ട് ഇരിക്കും. പിന്നെ ഇപ്പം നല്ല മഴയൊക്കെ ആയത് നമുക്ക് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്കിന് ഒന്നുകൂടി ഇരുട്ടായ എല്ലാവരും കൂട്ടിനടുത്തേക്ക് എത്തിയിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിടിച്ച് വിട്ടാൽ മതി. വലിയൊരു ടാസ്കുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി നിന്നോളും. വയലൻ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അവർ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഒന്നുകൂടി ഇരുട്ടാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ കൂട്ടിലാക്കാതെ ചോദിച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വൈകുന്നേരത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ കിടിലൻ സ്ഥലം തന്നെയാണ്. അപ്പം നമ്മളിവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് മുകളിലേക്ക് ഇതാ കുറേ പേർക്ക് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പേരമരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ മീൻകുളവും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട ടൈമിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാരായിരിക്കണം ചേച്ചി മീനുകളെ ഹണ്ട് ചെയ്യുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്നാലും ഹണ്ട് ചെയ്യാനുള്ളൊരു പരിപാടിയില്ല. എന്നാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കതിനൊക്കെ ഹണ്ട് ചെയ്യാനാവുള്ളൂ. അപ്പം എന്നാലും അത് ഞാൻ അധികം വൈകാതെ തന്നെ കാണിക്കാം. എന്നാലും ഒരു കുറച്ചുകൂടി ഒന്ന് ആ ഒരു കുളത്തിൽ നീന്തി തുടിക്കട്ടെ. പേരമരാണെങ്കിലും നമുക്ക് പേരക്കയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കാരണം ഒരു കമ്പ് പോലും ഇല്ല കേട്ടോ. പേരക്കില്ലാത്തതായിട്ട് നിറച്ചുണ്ടേ. ഇന്നിപ്പോൾ മഴയിലായപ്പോൾ കിളികൾ മൊത്തം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. മിക്കവാറും അവരിവിടെ കൂട് കൂട്ടി സ്ഥിരതാമസമാക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. കാരണം അത്രത്തോളം പേരക്കിങ്ങനെ താഴെക്കൂടെ ആയാലും നിറച്ചിങ്ങനെ പഴുത്ത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് നിലം പതിക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. കഴിക്കാനും നല്ല മധുരമുള്ള പേരയ്ക്കാണ്. പിന്നെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ചെറിയൊരു മധുരത്തിന് ചെറിയൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ നമുക്കിവിടെ നല്ലൊരു കൂളിങ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ നല്ലൊരു ചൂടുള്ള ഏരിയ തന്നെയാണുള്ളത്. ഒരു പേരമരത്തിൻ്റെ ഷെയ്ഡ് തന്നെ നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഏലാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് അവിടെ തന്നെയാണ് നമ്മുടെ ഒരു മീൻകുളം ഉള്ളത്. ഈ കയ്യെത്തും ദൂരത്താട്ടോ എല്ലാ പേരക്കോളും നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പം കൂടി നിൽക്കുന്ന പേരക്കും കൂടിയാണ് ഇതൊക്കെ. ഓരോ കൊമ്പിലും അത്യാവശ്യം നന്നായിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നോട് ഊഞ്ഞാലിട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇതാട്ടോ നമ്മൾ വിഷുവിൻ്റെയൊക്കെ ആ ഒരു ടൈമിലാട്ടോ നമ്മളിവിടെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് കയറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. പിന്നെ നല്ല മഴയായിരുന്നല്ലോ കുറേ ദിവസങ്ങളായിട്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയുള്ളത്. പിന്നെ മണ്ണ് നല്ല ചുമന്ന മണ്ണും കൂടി ആയതുകൊണ്ട് ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയി വീഴുന്നത് നമ്മുടെ മീൻകുളത്തിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് മണ്ണൊക്കെ നല്ല കുഴഞ്ഞ് നിൽക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന ഒരു മഴയിലൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരുന്ന് നല്ലൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മൈൻഡൊക്കെ നല്ല ഹാപ്പി ആയിട്ട്. കാരണം കിളികളുടെ സൗണ്ട് മൊത്തം ഒരു പ്രകൃതിയായിട്ട് അത്രയും നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെയെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പ്രകൃതിയായിട്ട് അത്രത്തോളം ഇണങ്ങി ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരായിട്ടൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും പറ്റിക്കോളുന്നില്ല. അതായത് നോക്കി ഇപ്പം തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിളികളുടെ ആ ഒരു ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള വോയിസും അതേപോലെ തന്നെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻകുഞ്ഞുങ്ങളുടെ ആ ഒരു നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഇവിടുന്ന് വീശുന്നൊരു തണുത്ത കാറ്റാട്ടോ. ആ ഒരു കാറ്റ് എനിക്ക് തോന്നുന്നു മിക്ക ടൈമിലുണ്ട് കേട്ടോ. കാരണം ഈ ഏരിയ എന്ന് പറയുമ്പോൾ നല്ലൊരു കിടിലൻ വൈബുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാറ്റ് ഇതാ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ചെടികളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ വെച്ച് കൊടുത്തതൊക്കെ ഈ വർഷം വെച്ച് കൊടുത്തുള്ള ഏലങ്ങളാണ്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് അടുത്ത വളങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. വെയിലിൽ നമ്മൾ ഞെട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ. അതുകൊണ്ട് പേരമരം തൊട്ടടുത്തുള്ളത് തന്നെ ഒരുപാട് പേരയ്ക്ക് യോഗത്തിന് ഇലകളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാവുമ്പോൾ നമ്മളൊരു ചൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുക്കാൻ പറ്റും. ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേ എല്ലാം കൂടി ഇങ്ങനെ പോന്നോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഈ അടുത്തുള്ള കാട് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മുടെ ഏലത്തിൻ്റെ ചുവട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്തുള്ള ഏലത്തിൻ്റെ ഒരു കാട് വെട്ടിട്ട് ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ തെറിച്ചിട്ടുണ്ട്. രാത്രിയായി തുടങ്ങിയതുകൊണ്ട് നമുക്ക് മീൻകുഞ്ഞുങ്ങളെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. കുറച്ചുകൂടി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് കൂട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് തിരിച്ച് പതുക്കെ കൂട്ടിലേക്ക് ഇടാം. നമുക്ക് നല്ല അനുസരണയാണ്. ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇതുപോലെ കൂടുതൽ പൊക്കത്ത് സ്ഥാനം പിടിച്ചിരിക്കും. പിന്നെ നമുക്കിങ്ങനെ ഓരോരുത്തരായിട്ട് കൂട്ടേക്ക് ആക്കാന്ന് പറയുമ്പോൾ വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയൊന്നും അല്ല കേട്ടോ. അതൊക്കെ അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിന്നുണ്ടായി നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. ഓരോരുത്തരായിട്ട് പതുക്കെ പിടിച്ചുള്ളിലേക്ക് എടുത്തേ.
അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയാണ് ഇത് ഉള്ളിൽ വന്നപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണേ. ആവണിക്കുട്ടി ഹായ് എടുത്ത് ഉറുമ്പ് കടിക്കുവാന്ന്. നിക്കറ് മാത്രമേ ഇട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഉറുമ്പ് കടിക്കുമായിരിക്കും? ബനിയൻ ഇട്ടുതരാമ്മ. ബനിയൻ ഇട്ടാൽ ഞങ്ങൾ ഉറുമ്പ് കടിക്കില്ല അല്ലേ? ഉറുമ്പതാ ഉറുമ്പ് കടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞങ്ങളിതോ ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ഇടുള്ളൂ. അപ്പം എന്നാലും ഇപ്പോൾ ഉറുമ്പ് കടിക്കുന്നതുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉറുമ്പ് കടി പോയോ? ചായ വേണോ? ഉറുമ്പ് കടിക്കുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ഭയങ്കര മന്ദലാട്ടോ. അപ്പം എന്തായാലും ആണിക്കുട്ടിക്ക് ചായ ഒക്കെ കൊടുത്ത് നമുക്ക് ആളെ ഒന്ന് കുറച്ച് നേരം പഠിപ്പിക്കാനൊക്കെ നമുക്ക് എല്ലാം കാണാം. എങ്ങനെ എല്ലാം കാണാം. ടാറ്റാ പറ. ടാറ്റാ. എന്നാൽ നമുക്കിനി അച്ചാറിടാണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഇഡലി പാത്രത്തിലൊന്ന് ആവി കയറാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ആവിയൊക്കെ കയറിയിട്ട് ഒരുപാട് അങ്ങനെ തൊടുമ്പത്തേനും അങ്ങ് സോഫ്റ്റ് ആവില്ല, അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവി കയറിയപ്പോഴത്തേനും ഒരു ചെറുനാരങ്ങയുടെ മണം ഇങ്ങനെ 100 ഇരട്ടിയായിട്ടോ പുറത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലായിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ചെറുനാരങ്ങ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളതായാലും. അപ്പോൾ എന്തായാലും ചെറുനാരങ്ങ വെച്ചിട്ട് നമുക്ക് കിടിലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് എല്ലാം ചെറുതാക്കിയിട്ട് ആളുകൾ കാര്യമായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതുപോലത്തെ പാട്ടും വീഡിയോസൊക്കെ കാണാനായിട്ട് ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കുറച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കണേ. അപ്പോൾ എന്തായാലും അതിന് കുറച്ചേരം കാണട്ടെ. പിന്നെ എന്തായാലും നമുക്ക് അച്ചാറിടുന്ന പരിപാടിയിലേക്ക് കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി അവിടെ നല്ല രീതിയിൽ തന്നെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈം കൂടി ആയാലും ഞാൻ പോയിട്ട് നാരങ്ങപ്പോൾ അച്ചാറിട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ള നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ.